ഒരു ആനയുടെ ആരോഗ്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ സ്വഭാവം വരെ ഭക്ഷണക്രമം തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതാണ് മാതംഗലീല. മാതംഗലീല പ്രകാരം ആനയ്ക്ക് നൽകുന്ന ആഹാരം വെറും വിശപ്പ് മാറ്റാനല്ല. ശരീരബലം, ദഹനം, മദമിളകുന്ന സമയം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. മുറിച്ചെടുത്ത പുതിയ മുള, കരിമ്പ്, തേങ്ങ, പനമ്പഴം, ഇലകൾ, ധാന്യങ്ങൾ ഇവയെല്ലാം ആനയുടെ സ്വഭാവത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് നൽകണമെന്ന് ഗ്രന്ഥം പറയുന്നു. പക്ഷേ ഭക്ഷണം മാത്രം മതിയല്ല. ദിവസേന കുളിപ്പിക്കൽ, ശരീരം വൃത്തിയാക്കൽ, കാലുകളും നഖങ്ങളും പരിചരിക്കൽ, ആനയ്ക്ക് വേണ്ട വിശ്രമം നൽകൽ, ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ്. കാരണം ശരിയായ പരിചരണമില്ലാതെ വളരുന്ന ആന ശക്തിയുള്ളതായിരിക്കാം, പക്ഷേ ആരോഗ്യവാനാകില്ല. മാതംഗലീലയിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട്. മദമിളകുന്ന സമയത്ത് ആനയുടെ ഭക്ഷണത്തിലും പരിചരണത്തിലും പ്രത്യേക ശ്രദ്ധ വേണമെന്ന്. ആ സമയത്ത് ശാന്തമായ അന്തരീക്ഷവും വിശ്രമവും നിയന്ത്രിതമായ ഭക്ഷണവും നൽകണമെന്നാണ് നിർദ്ദേശം. 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും പറയുന്നത് ഒരേയൊരു കാര്യമാണ്: സ്നേഹം, പരിചരണം, ശരിയായ ആഹാരം. ഇവയാണ് ഒരു ആനയുടെ യഥാർത്ഥ ശക്തി. കൂടുതൽ ആന വിശേഷങ്ങൾക്കായി ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യൂ.